ഹായ് ഫ്രണ്ട്സ്, സുനിൽ ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാം വീട്ടിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സാധാരണക്കാർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഈ ടോപ്പ് കവറിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അതിൻ്റെ ഉള്ളിൽ ചെറിയ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കൊന്ന് നല്ല വൃത്തിയാക്കി കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ചെറിയ ലീക്കിങ് വരുന്ന പ്രശ്നങ്ങളും വാൽവിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ഡോറിൻ്റെ ഇതിൻ്റെ ഈ പുറത്ത് വരുന്ന ഈ ഇതുണ്ടല്ലോ നമ്മളെ കവറ്, ആ കവറിന് പലപ്പോഴും ചിലപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അതുപോലെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇരിക്കുമ്പോഴോ ശ്രദ്ധിക്കാണ്ട് കുട്ടികളൊക്കെ ചിലപ്പോൾ തട്ടിപ്പോയിട്ടോ അങ്ങനെയൊക്കെ ചിലപ്പം അത് അതിൻ്റെ പൊസിഷൻ മാറലോ അതുപോലെ തന്നെ അത് പൊട്ടിപ്പോകാനോ ഡോറിൻ്റെ സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കണ്ട് ഇതുപോലെ രണ്ട് നട്ട് പോലെയുള്ള ഇതുണ്ട്, അത് പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നതാണ്. അത് നമുക്ക് അഴിച്ചെടുക്കാം. രണ്ടും അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇടത്തോട്ടേക്ക് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ ഇടത്തോട്ടേക്ക് അത് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിഞ്ഞ് വരും. അതിനുശേഷം ഇങ്ങനെയാണ് ഒരു പാട്ട് അതിൻ്റെ അത് വരുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു ബാത്റൂമിൽ ഇതുപോലെ ഇതിൻ്റെ ഈ കവർ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പൊട്ടിപ്പോയെന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ നിൽക്കും, നമുക്ക് ഡോറ് കറക്റ്റ് ഇതായിട്ടാവില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നം വന്നപ്പോൾ ഈ ഒരു പാട്ട് കണ്ട് നമ്മൾ ഈ ഒരു ചതുരക്കട്ട പോലത്തെ ഒരു നട്ടിൻ്റെ ഇതുപോലത്തെ വരുന്നത് അതിൻ്റെ ഒരു വശം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിപ്പോയത് കൊണ്ട് അത് കറക്റ്റ് സീറ്റിംഗ് ആവാതെ നിന്നു. അപ്പോൾ അത് ഇളകിയ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനത് ഒരു കഷ്ണം അവിടെ വെച്ച് പിടിപ്പിച്ച് അത് റെഡിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ചെയ്തിട്ടൊരു 2-3 മാസമായി. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളത് വെച്ച് കറക്റ്റ് സെറ്റാക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ എന്തെങ്കിലും പൊട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട ഒരു സാധനം കൊണ്ട് നീക്കുന്ന അതങ്ങ് അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ പൊട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ഗ്ലൂ പൊടിയൊക്കെ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അത് അഴുക്കൊക്കെ വരുന്നൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഒന്ന് ഇടയ്ക്കൊന്ന് അഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് ഹാർപ്പിക്ക് എടുത്താൽ മതി. നമ്മൾ വേറെ പ്രത്യേകിച്ച് ലിക്വിഡോ കാര്യങ്ങളൊന്നും വേണ്ട, ഹാർപ്പിക്ക് തന്നെ മതി. ഒരു ചെറിയ പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹാർപ്പിക്ക് അതിൻ്റെ അത് മുക്കിയിട്ട് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും നിന്ന് ഉരച്ച് ഇതൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നല്ല വെളുത്ത കളർ വരും, നല്ല പുതിയതുപോലെ ഉണ്ടാവും. കേട്ടോ, കവറൊക്കെ നല്ല കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ട് നമ്മളിതിപ്പോൾ മാറ്റി വെക്കുകയാണ്. നമുക്കത് വേണമെങ്കിൽ അന്നേരം ഫിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ലാസ്റ്റ് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലഷിൻ്റെ ഉള്ളിൽ വരുന്നത്, ഫ്ലഷിൻ്റെ ഉള്ളിൽ വളരെ അഴുക്കൊക്കെ വന്നിട്ടുണ്ടാകും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. അതുപോലെ തന്നെ ചിലപ്പം വെള്ളം ഓവർഫ്ലോ ആയിട്ട് വരുന്ന പ്രശ്നമോ ലീക്കിംഗ് ആയിട്ട് നമ്മൾ സ്വിച്ച് ഇടാണ്ട് തന്നെ നമുക്ക് വെള്ളം വരുന്ന പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വാൽവ് ക്ലോസ് ചെയ്തിട്ട് വെള്ളം നിർത്തിയിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് വരുന്ന ആ വാൽവ് നമ്മൾ പൈപ്പ് ഒന്ന് ഊരിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും കച്ചറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കളയാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട നിറച്ചും ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനൊരു വാൽവാണ് വരുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നത് ഒരു പൈപ്പ് പോലെ വരുന്നുണ്ട്. ഉള്ളിൽ കൂടെയാണ് കൊടുത്തത്. ആ കൊടുത്തതിന് ശേഷം അവിടെ ഒരു വാൽവാണ്. അതായത് നമുക്ക് വെള്ളം നിറയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ക്ലോസ് ആവണം, വെള്ളം കുറയുമ്പോൾ അത് തന്നെ ഓപ്പൺ ആവണം. ആ ഒരു രീതിയിലുള്ള ഒരു വാൽവാണ്. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. എന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ മെത്തേഡ് ആണെങ്കിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ അഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെളിച്ചം കുറവായതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനത് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിനി ഇതാ സ്വിച്ച് വരുന്നില്ല, നമ്മൾ കുറച്ച് വെള്ളം എടുക്കുന്നതും കൂടുതൽ വെള്ളം ഇതിലേക്ക് വരുന്നതുമായിട്ടുള്ള രണ്ട് സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് നമ്മൾ ഇടത്തോട്ടേക്ക് വെറുതെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ലോക്കാണത്. അപ്പോൾ ഇടത്തോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊരിങ്ങ് വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഈ ബ്രഷ് ഇട്ടിട്ട് കുറച്ച് ഹാർപ്പിക്കൊക്കെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത ചെളിയൊക്കെ ഒന്ന് കളയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് സാധനമാണെങ്കിൽ നമ്മൾ ഒന്ന് ഇടയ്ക്ക് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ചെറിയ സർവീസ്, അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് ആളെയൊന്നും വിളിക്കേണ്ട, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ ക്ലോസറ്റ് ഞാൻ എൻ്റെ വീട്ടിലുള്ള ക്ലോസറ്റൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യല്. നമ്മളിടയ്ക്ക് ഒരു 6 മാസം 8 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഉള്ള വെള്ളത്തിനൊക്കെ വല്ലാണ്ട് ഇതുണ്ടെങ്കിൽ ചെളിയൊക്കെ ഉള്ളതാണെങ്കിൽ വല്ലാണ്ട് ഉണ്ടാവും. അതെല്ലാം നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ, നല്ല കളർ വെള്ളമൊക്കെ ആണെങ്കിൽ വലിയൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കിണറിലെ വെള്ളമൊക്കെ കുറച്ച് ഇതായിരിക്കും. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ്റെയൊക്കെ ആ ഇൻലെറ്റൊക്കെ നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഇൻലെറ്റ് വാൽവിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ഇതും നമുക്കൊന്ന് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലീക്കിങ് കാര്യങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഈ വാൽവ് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. കണ്ടോ, ഇതിനൊരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് നമ്മളൊന്ന് ആദ്യം ഒന്ന് നോക്കിയിട്ട് അഴിച്ചെടുത്താൽ മതി. ഇതുപോലെയാണ് ഈ ലോക്ക് ഇടുന്നത്. കണ്ടോ, അപ്പോൾ ആ ലോക്കാണ്. ആ ലോക്ക് മെല്ലെ നമുക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് കണ്ടുപിടിച്ചിട്ട് ശേഷം ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക് വരും. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. കണ്ടോ, നമ്മൾ ആ ഒരു നീല കളറിലെ ബ്ലൂ കളറിലെ ആ കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ആവുന്നതിനനുസരിച്ച് ഇത് പൊന്തി വരുന്നതിനനുസരിച്ചാണ് ഈ വാൽവ് ക്ലോസ് ആവുന്നത്.
പിന്നെ പൊന്തി ഒരു പൊസിഷനിലെത്തുമ്പോൾ ഈ വാൽവിൻ്റെ അടിയിലുള്ള ആ ഒരു കറുപ്പ് ഇത് ഉണ്ടാവും നമ്മളെ ഒരു ഇത് അത് അവിടെ വന്ന് അടയുകയും അതേസമയം പിന്നെ നമുക്ക് വെള്ളം കുറയുമ്പോൾ അത് പൊന്തി നിൽക്കും. അന്നേരം ആ പൊന്തി നിൽക്കുന്ന സമയത്ത് അതിൽ കൂടെ വെള്ളം ഇങ്ങോട്ട് പിന്നെ ഇതിൻ്റെ ഈ ഫ്ലഷിൻ്റെ ഉള്ളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളായിട്ടുള്ള ഫംഗ്ഷനാണിത്. അപ്പോൾ ഇത് ചില മോഡലിന് ഇത് ബോൾ പോലത്തെ ആയിരിക്കും വരുന്നത്. എങ്ങനെയായാലും ഇതേ ഒരു മെത്തേഡാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ആവുന്നതിനനുസരിച്ച് ഒരു ഒന്നുകിൽ ഇതേപോലത്തെ ഒരു കപ്പായിരിക്കും അല്ലെങ്കിൽ ഒരു ബോളായിരിക്കും. എന്തായാലും അത് പൊന്തുന്നതിനനുസരിച്ചാണ് ഈ വാൽവ് ക്ലോസ് ആവുകയും ഓപ്പൺ ആവുകയും ചെയ്യുന്നത്. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. അപ്പം നമുക്കത് അതുപോലെ തന്നെ ഇടാം. അത് ഈ സംഭവം അങ്ങനെ രണ്ട് അതുണ്ട് ആ ഒരു കുറ്റി പോലെ വരുന്നത് അത് നമ്മളവിടെ വെച്ചു. അതിന് ശേഷം ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. ഇതിൻ്റെ നമ്മൾ ഇതിട്ടിട്ട് ആ ഇത് ലോക്ക് എടുത്തിട്ടിട്ട് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആ സ്വിച്ച് വരുന്നത് നമ്മൾ ഇടാൻ നേരത്ത് വലത്തോട്ടേക്ക് നമ്മളൊരു പൊസിഷനിൽ വെച്ചിട്ട് വലത്തോട്ടേക്ക്. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ അതിൻ്റെ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഏത് സാധനമാണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അധികം ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഊരി വരുന്നതാണ്. അപ്പോൾ നമ്മളിത് ഊരി വരാൻ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇത് അഴിച്ചിട്ടൊന്ന് സർവീസൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെളിയൊക്കെ കൂടുതൽ വരുന്നതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലങ്ങളോളം ഒരു കുഴപ്പമില്ലാതെ നല്ല നീറ്റായിട്ട് സംഭവം നിൽക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ കവർ ഇട്ടു. കവറിൻ്റെ കണ്ടില്ല രണ്ട് പിന്നെ ആണി പോലെ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അത് ഇട്ടിട്ട് അതിന് ശേഷം നട്ടിട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതിന് ഈ പിന്നെ വേറൊരു പ്രശ്നം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സമയം നമുക്കിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനത്തിലേക്ക് നമ്മളെ ആ വാൽവിൻ്റെ അടുത്ത് നിന്ന് ഒരു പൈപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് കൊടുക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു കൊടുക്കുമ്പോഴാണ് നമ്മളെ ഈ പിന്നെ ക്ലോസറ്റിലേക്ക് ഏത് നേരം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്ലഷ് ചെയ്യാത്ത സമയത്തും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ. അപ്പം നമ്മൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് പകരം അത് ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം.